മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 39 to 46. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 39 to 46. ആദ്യം മലയാളത്തിലും അതിനുശേഷം ഇംഗ്ലീഷിലും നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കണം എന്ന് താഴ്മയായിട്ട് ഓർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ യേശു പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. ഇംഗ്ലീഷ് പ്ലീസ്. Yes. His disciples followed him. On reaching the place, he said to them, "Pray that you will not fall into temptation." Yes. Yet not my will, yours will be done. His sweat was like a drops of blood falling down to the ground. Yes. He found them sleeping for sorrow. Yes. Get up and pray so that you will not fall into temptations. Praise the Lord. Let's pray. Dear Heavenly Father, we come to your word of God. Bless with your word. Explain to us. The narration of the word of God is by the Holy Spirit. Let the Holy Spirit move in the midst of us. Talk to us. Guide us. Explain to us. Build us. Bless us. In Jesus' name we pray. Amen. When we are reading this portion, we know that there is a prayer from our Lord Jesus Christ. Along with his disciples, they walked. And a place came. Jesus told them, "Stay here." And he was moving by himself and further down, and he was sitting by himself. And he start praying a selfless prayer. Praise the Lord. നമ്മളിവിടെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. കർത്താവിനോടുകൂടെ എപ്പോഴും നടന്ന ശിഷ്യന്മാർ, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, our Lord Jesus Christ, he was choosing
all those 12 disciples, hallelujah, കർത്താവ് തന്നെ തിരഞ്ഞെടുത്തവരാണ്. കർത്താവ് തന്നെ അവരെ മെൻറ്റർ ചെയ്തു. കർത്താവിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നു. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പാനം ചെയ്യുന്നു. Hallelujah. Always there was a fellowship with the Lord Jesus Christ. The disciples always so close to him. But this time, when he was hallelujah, coming into the hour of prayer, hallelujah, he was going away from that prayer, that group of disciples, and tell them, pray. If you don't pray, hallelujah, you will get temptation. Praise the Lord. Hallelujah. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തു. Praise the Lord. എന്നിട്ട് കർത്താവ് നേരെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. That prayer was a selfless prayer. Praise the Lord. Hallelujah. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. Praise the Lord. Hallelujah. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇന്ന് പറയുവാൻ സമയമില്ല. എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ സഭയിലുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ 2026 പ്രാരംഭത്തിൽ തന്നെ ഈ മാർച്ച് മാസത്തിൽ ഞാൻ പറയുന്നു, ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സമയമായി. ഹല്ലേലൂയ. കൂടുതൽ നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയമായി. ഹല്ലേലൂയ. കൂടുതൽ നമ്മൾ ദൈവത്തോട് അടുത്തിയെന്ന് പ്രാർത്ഥിക്കുവാൻ സമയമായി. The hour has come. Hallelujah. The prophecies are fulfilling. Hallelujah. The word of God, word by word, is fulfilling. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചതുപോലുള്ള ആ ഏകാഗ്രമായ പ്രാർത്ഥന, a prayer of concentration. Hallelujah. A prayer of selflessness, a prayer of hallelujah, urgency. Hallelujah. I encourage each and everyone, hallelujah, hallelujah, തനിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഏറ്റെടുക്കണം. Praise the Lord. A prayer of urgency. Hallelujah. Our Lord Jesus Christ, he was carrying all the burden, he was carrying everything, and even though he was sweating and the sweat came down from his body, hallelujah, like a drop of blood, hallelujah, hallelujah, ചോര hallelujah ശരീരത്തിൽ നിന്ന് ഒഴുകി താഴെ വീഴുന്നത് പോലെ തുല്യമായ hallelujah ഒരു കരച്ചിലും ഒരു പ്രാർത്ഥനയുമാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. hallelujah. ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും ചുമന്നൊഴിക്കുവാൻ പോകുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ പാപത്തെ ചുമന്ന കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ പാപത്തെ പരിഹരിച്ച കർത്താവ്, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കിയ കർത്താവ്, ആ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചപ്പോൾ ഹല്ലേലൂയ his sweat hallelujah became blood. ഹല്ലേലൂയ. തന്റെ ഹല്ലേലൂയ വിയർപ്പ് രക്തമായി മാറുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ് എങ്ങനെ ഇരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു അർജൻസി സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ആരാധിക്കുവാനുള്ള ഒരു അർജൻസി, പ്രാർത്ഥിക്കുവാനുള്ള ഒരു അർജൻസി, ഹല്ലേലൂയ, ഫോക്കസ് മൈൻഡഡ് ആയിട്ടുള്ള ഹല്ലേലൂയ പ്രാർത്ഥന ദൈവമക്കളെ ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആരാധന മധ്യേ ഒരു തീരുമാനമെടുക്കാം. ലോകം എന്തുമായിക്കോട്ടെ, ഇറാനും ഇസ്രായേലും എന്തുമായിക്കോട്ടെ, ഹല്ലേലൂയ. 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 ഇന്ത്യയിലെ കാര്യങ്ങൾ, ലോകരാഷ്ട്രങ്ങളിലെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചിന്തിക്കുവാനും ഹല്ലേലൂയ സംസാരിക്കുവാനും ഒക്കെ വളരെ തിടുക്കമാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച
നമ്മളെ മെനഞ്ഞ, നമ്മളെ ഉണ്ടാക്കിയ, നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത, ഹല്ലേലൂയ, നാൾതോറും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. Every day Holy Spirit is leading you. Every day, hallelujah, our God Almighty pouring out His blessing upon each and every one. Hallelujah. Are you willing to, hallelujah, come and kneel down and cry out to the Lord, hallelujah, and take that urgency in your prayer? Praise the Lord. Hallelujah. Hallelujah. ഇങ്ങനെ പോയ സമയം പോകുമല്ലോ. Hallelujah. Hallelujah. His sweat became blood. Hallelujah. Jesus said to the disciples, wake up and pray. Praise the Lord. The title itself, I put it, hallelujah, rise and pray. Praise the Lord. Hallelujah. ദൈവമക്കളെ, നമ്മൾ ഓർക്കണം, ഹല്ലേലൂയ, അല്പസമയം കർത്താവിൽ നിന്ന് ഒന്ന് മാറിയിരുന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് അറിയാതെ വരുന്ന ഒരു കാര്യമാണ് ഉറക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, രണ്ട് തരത്തിലുള്ള ഉറക്കമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അറിയാതെ ഉറങ്ങിപ്പോകുന്ന ഉറക്കവുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഉറക്കം നടിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ രണ്ട് കൂട്ടത്തിലും നമ്മൾ പെടാതെ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ചാൻസ് ഉള്ളത് ടെംപ്റ്റേഷൻസ് ആണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Here, hallelujah, Jesus specifically instructed to his disciples, rise up and pray. Hallelujah. Don't fall into sleep. Hallelujah. Hallelujah. You need to pray. You need to cry out. You need to sit down here and do that intercessory prayer while I am praying to my Father. Praise the Lord. എന്നാൽ കർത്താവിൽ നിന്ന് അല്പമകലെ, എത്ര ഡിസ്റ്റൻസ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കല്ലെടുത്ത്, അല്ലെങ്കിൽ ഒന്ന് എറിയുമ്പോൾ എത്ര ദൂരെ പോകുന്നു? ഒരു കല്ല് എടുത്തെറിഞ്ഞാൽ എത്ര ദൂരെ പോകുന്നു? അത്രയും ദൂരം മാത്രമേ, ഹല്ലേലൂയ, ജീസസ് പോയുള്ളൂ. ഹല്ലേലൂയ. റിമെമ്പർ, ഹല്ലേലൂയ, ജീസസ് വാസ് നോട്ട് that far. Praise the Lord. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവമക്കള് ഒന്ന് ചിന്തിച്ചോണം. ഹല്ലേലൂയ, എൻ്റെ യേശു, എന്നെ രക്ഷിച്ച കർത്താവ്, എന്നെ വീണ്ടെടുത്ത കർത്താവ്, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പടകും വലയുമായിട്ടൊക്കെ, ഹല്ലേലൂയ, സമുദ്രത്തിൻ്റെ സൈഡിലും, ഹല്ലേലൂയ, സീഷോറിലും ഒക്കെ നടന്നതായ വിദ്യാഭ്യാസം, ഹല്ലേലൂയ, വളരെ കുറവുള്ള, ഹല്ലേലൂയ, മുക്കുവന്മാരെയൊക്കെ, ഹല്ലേലൂയ, ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, കൂടെ കൊണ്ടുവന്ന കർത്താവ്. ഹല്ലേലൂയ. അവസ്ഥയോ, ഹല്ലേലൂയ, പാരമ്പര്യമോ, പൗരോഹിത്യമോ, വിദ്യാഭ്യാസമോ, ഹല്ലേലൂയ, ഉയർച്ചയോ, പണമോ ഒന്നും നോക്കാതെ, ഹല്ലേലൂയ, ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന കർത്താവ്. My Lord Jesus Christ, He saved me. Hallelujah. He protected me and He was mentoring me and He was keeping me. He was giving me the ultimate love I never experienced. Hallelujah. That Jesus, hallelujah, was separated from them a little far. Hallelujah. വന്ന് മാറിയപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കം വന്നെങ്കിൽ, കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് ഉറക്കം വന്നെങ്കിൽ, ഇന്നത്തെ 2026 പെന്തക്കോസ്ത് സഭയെ, മണവാട്ടി സഭയെ, ദൈവത്തിന്റെ ജനമേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഹല്ലേലൂയ, are you far from, hallelujah, Lord Jesus Christ? Are you far from the word of God? Are you far from the prayer life? Are you far from the meditation of the word of God? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിയിരുന്ന് ഉറങ്ങുകയാണോ? ദൈവസഭയിൽ നിന്ന് മാറിയിരുന്ന് ഉറങ്ങുകയാണോ? ദൈവിക ആരാധനയിൽ നിന്ന് മാറിയിരുന്ന് ഉറങ്ങുകയാണോ? ഹല്ലേലൂയ. വിശുദ്ധിയിൽ നിന്ന്, വേർപാടിൽ നിന്ന് മാറിയിരുന്ന് ഉറങ്ങുകയാണോ? ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ചോദിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, dear brothers and sisters, let's examine
ourselves, hallelujah. Are you rise up? Are you fighting against the temptations, or are you just relaxing and forgetting about everything and sleeping? Praise the Lord. Hallelujah. ലോകം എന്തുമാകട്ടെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ കർത്താവിന് എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ചിന്തയുമില്ലാതെ ഇരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ പോലെയാണോ? അതോ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ ചില മണിക്കൂറുകൾക്ക് ശേഷം വലിയൊരു കഷ്ടതയിലേക്ക്, വലിയൊരു ക്രൂശീകരണത്തിലേക്ക് പോകുവാൻ പോകുന്നു, ഈ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ചുമക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു അർജൻസി ഹല്ലേലൂയ ആ ശിഷ്യന്മാർക്ക് വരാത്തതുപോലെ നമുക്കും ഈ ക്രിസ്തീയ സമൂഹത്തെ കുറിച്ച്, ദൈവജനത്തെ കുറിച്ച്, ആത്മാക്കളെ കുറിച്ച്, ആത്മാക്കളുടെ വിടുതലിനെ കുറിച്ച്, ദൈവിക വിശുദ്ധിയെ കുറിച്ച് നമുക്കൊരു അർജൻസി ഇല്ലാതെ എന്തുമാകട്ടെ എന്നുള്ളൊരു ചിന്തയാണോ ഇന്ന് പകൽക്കാലം നമ്മളെ ഭരിക്കുന്നത്? സ്തോത്രം, സ്തോത്രം. Can you read Psalms 128 verse 2 one more time? നമ്മളിപ്പോൾ വായിച്ചതല്ലേ ഉള്ളൂ. നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. Praise the Lord. അപ്പം when we are reading Genesis chapter 3 verse 15, you can see that God Almighty punished three. Hallelujah. Number 1 is Adam, number 2 is Eve, number 3 is serpent. Hallelujah. ഈ മൂന്ന് ശിക്ഷയാണ് അവിടെ നടത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ശിക്ഷയിൽ ഹല്ലേലൂയ ആദമിനോട് പറഞ്ഞത് നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സ്വെറ്റിനെ കുറിച്ച് പറയാനാണ് ഞാനിത് എടുത്തത്. ഹല്ലേലൂയ. കൈയുടെ അധ്വാന ഫലം. ഹല്ലേലൂയ. കൈകൊണ്ട് അധ്വാനിക്കുന്നവര്, സ്തോത്രം, ഹല്ലേലൂയ, കാലുകൊണ്ട് നടന്ന്, കൈകൊണ്ട് അധ്വാനിച്ച്, ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, രാവും പകലും ഇല്ലാതെ hours and hours and hours, hallelujah, you and I working in this world, hallelujah. When you are working, when you are earning, hallelujah, with that sweat you are eating. Praise the Lord. Hallelujah. അത് ദൈവമായിട്ട് മനുഷ്യവർഗത്തിന് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. Praise the Lord. Hallelujah. Hallelujah. Sweat. Praise the Lord. Hallelujah. When you are sweating, what is happening? Hallelujah. അധ്വാനത്തിന് ഒരു ഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ വർക്കിംഗ് ചെയ്യുമ്പോൾ, അത് മെഡിക്കൽ ഫീൽഡ് ആയാലും ഏത് ഫീൽഡ് ആയാലും, ഹല്ലേലൂയ, when you are working, praise the Lord, hallelujah, there is a fruit. ഹല്ലേലൂയ. ഒരു ഫലം ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ സ്വെറ്റിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, ഇവിടെ ഗെത്സമനെ തോട്ടത്തിൽ കർത്താവിൻ്റെ രക്തം, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആ വിയർപ്പ് അത് രക്തമായിട്ട് മാറി എന്നാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ശിക്ഷിച്ച അധ്വാനം, ഹല്ലേലൂയ, ദൈവം തന്നതായ ഹാർഡ് വർക്ക്, ദൈവം തന്നതായ സ്വെറ്റ്, ഹല്ലേലൂയ, ആ വിയർപ്പ്, ഹല്ലേലൂയ, ആ വിയർപ്പിലൂടെ ലഭിക്കുന്നതായ ഫലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ജീവിതത്തെ നന്മയാക്കുവാൻ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ വിയർപ്പ് രക്തമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഇന്ന് പെന്തക്കോസ്തുകാർ എന്താണ് അനുഗ്രഹിക്കപ്പെട്ടത്? ഇന്ന് എൻ്റെയും നിന്റെ കുടുംബം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? നിങ്ങളുടെ ജോലി എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്? നിങ്ങളുടെ കൈയുടെ അധ്വാനം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്? ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, വിയർപ്പോടെ അധ്വാനിക്കുന്ന ആ ഫലം, ഹല്ലേലൂയ, അത് നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും ഹല്ലേലൂയ അത് ഭക്ഷിക്കും.
പ്രാർത്ഥിക്കുവാൻ കാരണമായി മാറിയത് എൻ്റെ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ വിയർപ്പ് അത് രക്തമാക്കി പിന്നത്തേതിൽ കാൽവരി ക്രൂശിലേക്ക് ഹല്ലേലൂയ അത് ക്രൂശ് ഭാരമേറിയ ക്രൂശ് എടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി യാഗമായി മാറിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് ഹല്ലേലൂയ അത് ഭക്ഷിക്കുമാറാക്കി ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്രമാത്രം ഹല്ലേലൂയ ആഴമേറിയ നിലയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. Our work became a blessing because his sweat became blood. Hallelujah. Hallelujah. Our work became blessing because his sweat became blood. Hallelujah. His blood remove our sin. Hallelujah. His blood remove our sickness. Hallelujah. Hallelujah. That is why hallelujah Jesus was reminding to the disciples, rise up and pray. Praise the Lord. Hallelujah. Hallelujah. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഫലം തന്നല്ലോ, ദൈവം ജോലി തന്നല്ലോ, ദൈവം വരുമാനം തന്നല്ലോ, ദൈവം ആരോഗ്യം തന്നല്ലോ, ഓ ദൈവം എന്നെ തലമുറയൊക്കെ അനുഗ്രഹിച്ചല്ലോ, എനിക്ക് ഇനഫ് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഇരുന്ന് ഉറങ്ങാറെ കൈയടിക്കത്തുമില്ല, ആരാധിക്കത്തുമില്ല, ആത്മാവ് നിറയത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, ഹല്ലേലൂയ ഉപവസിക്കത്തുമില്ല, ദൈവസ്ഥലം അടുത്ത് വരത്തുമില്ല, ഒരു അർജൻസിയുമില്ല എന്നുള്ള ഒരു ലാഘവമായ ഒരു അനുഭവമായി hallelujah today I wanted to declare in the name of Jesus hallelujah God shed the blood hallelujah to remove your sin. Hallelujah. Our Lord Jesus Christ shed the blood hallelujah remove all the sickness from your body. Praise the Lord. Hallelujah. രോഗം മാറ്റാൻ, നിന്റെ പാപം മാറ്റാൻ, നിന്റെ ഹല്ലേലൂയ അധപ്പതനം മാറ്റാൻ, ഹല്ലേലൂയ നിന്നെ നിന്ന് മാറ്റാൻ, നിന്റെ പരിഹാസം മാറ്റാൻ, ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ കർത്താവ് യാഗമായി മാറിയെങ്കിൽ his sweat became blood. Hallelujah. His blood is wiping away all the sinfulness. Hallelujah. He is the one is making you holy. He is the one is separating you as his disciple. Praise the Lord. Are you sleeping or are you rising up? Hallelujah. Are you hallelujah in a sleep mode? Are you wake up this morning? Praise the Lord. Hallelujah. ഈ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ ഹല്ലേലൂയ വേറൊന്നും ആരെയും പുഷ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. തന്നെ ദൈവസ്ഥനെ വന്നോളും, തന്നെ ദൈവസ്ഥനെ നിന്നോളും, തന്നെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചോളും, തന്നെ ദൈവത്തിൻ്റെ വചനം വായിച്ചോളും. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. Let me conclude with three thoughts. Hallelujah. Jesus specifically told the disciples എന്ന് പറഞ്ഞു, if you don't pray you will face temptations. അല്ലേ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്താണ് ടെംപ്റ്റേഷൻ? വാട്ട് ഈസ് ടെംപ്റ്റേഷൻ? ഹല്ലേലൂയ. Jesus himself, he was going through 40 days of fasting and prayer. I don't want to take the reference. നിങ്ങൾക്കറിയാം. Praise the Lord. 3 temptations he was facing. Jesus faced Satan first. Praise the Lord. Hallelujah. Hallelujah. Jesus was standing in front of Satan. Satan himself came to Jesus. Hallelujah. And asked number 1 temptation. Can you change this stone into the bread? Praise the Lord. ഒന്ന് ആലോചിച്ച് നോക്കി. സർവചരാചരങ്ങളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് സകല മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് ഈ ലോകത്തിൻ്റെ സകല ചരാചരങ്ങളെയും ഹല്ലേലൂയ ഹല്ലേലൂയ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന സർവശക്തനാകുന്ന ദൈവത്തോടാണ് ഹല്ലേലൂയ ദുഷ്ടനായ സാത്താൻ ഈ ഭൂമിയിൽ വെച്ച് ചോദിക്കുന്നത്, can you change this stone into bread? Praise the Lord. Hallelujah. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? Satan always tempting each and every disciple. Number 1 temptation, your self ability. ഇന്ന് പെന്തക്കോസ്ത് സഭയിൽ വിശ്വാസികൾ കുറയുന്നത്, പ്രത്യേകിച്ച് യങ് ജനറേഷൻ.
the young generation, they don't want to come into the traditional Kaigota, Prarthana, Anyabhasha, Aradhana, Sutra Sutram. They don't want because, the number one temptation, because they are prayerlessness. They don't have prayer. പ്രാർത്ഥനയില്ല വരുമ്പോൾ ടെംപ്റ്റേഷൻ വരും. അല്ല, ഒന്നാമത്തെ ടെംപ്റ്റേഷൻ, വാട്ട് ഈസ് ദ നമ്പർ വൺ ടെംപ്റ്റേഷൻ? ഈസ് സെൽഫ് എബിലിറ്റി. അപ്പനും അമ്മയും യൂണിവേഴ്സിറ്റി പോയിട്ടില്ല, അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഒന്നുമില്ല, അവർ തമ്പേറൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അവർ ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ ജീവിച്ച് പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ generation came, they got the opportunity to go to university and get the masters and get the PhDs, and they are in the above. And ആ ലെവലിൽ വരുമ്പോൾ നമ്പർ വൺ ടെംപ്റ്റേഷൻ, സാത്താൻ കർത്താവിൻ്റെ അടുത്ത് ഉപയോഗിച്ച ടെംപ്റ്റേഷനാണ് സെൽഫ് എബിലിറ്റി. അവർക്ക് തന്നെ ഒരു ചിന്തയുണ്ടാകും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ വലുവനാകുന്ന ദൈവത്തിൻ്റെ അരുമക്കുമാരനാകുന്ന കർത്താവാണ്. പിശാചേ, നീ എന്തോ ഈ പറയുന്നത്? ഞാൻ ഇങ്ങനൊന്ന് ഹല്ലേലൂയ ഞോടിച്ചാൽ ഈ കിടക്കുന്ന മുഴുവൻ കല്ലും അപ്പമാകും. ഹല്ലേലൂയ, നിനക്കറിയാമോ? സ്തോത്രം. Remember that particular temptation is always coming into the generation. പുതിയ ജനറേഷനെ മാത്രം പറയണ്ട, വിശ്വാസത്തിൽ വന്നവരും പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും എല്ലാ സഭായോഗത്തിനും വരികയും ദൈവത്തോട് അടുത്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള മറ്റ് വലിയ വെൽത്തി രാജ്യങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ചിന്തയുണ്ടാകും, ഐ എം ഏബിൾ, I can talk, I can do things. എനിക്കിപ്പം പാസ്റ്ററും സഭയും വിശ്വാസികളൊന്നും ഇല്ലെങ്കിലും I can survive. Whom you think I am? ആ ഒരു സെൽഫ് എബിലിറ്റി ടെംപ്റ്റേഷൻ വരുമ്പോൾ ഓർത്തോണം, പിശാചിനോട് പറയണം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്, പോ പിശാചേ എന്ന് പറഞ്ഞ് ശാസിക്കുവാനുള്ള ഒരാത്മശക്തി ദൈവമക്കൾ ഏറ്റെടുക്കണം. സ്തോത്രം. സ്തോത്രമൊന്നും ഇല്ലയോ? ഒന്ന് സ്തോത്രം പറഞ്ഞേ, ഒന്ന് കരങ്ങളടിച്ചേ, ഒന്ന് ആത്മാവിൽ ആരാധിച്ചേ. ഈ സാത്താനൊന്ന് പോകട്ടെ. ഹല്ലേലൂയ. നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന, ഹല്ലേലൂയ, നമ്മളെ ബന്ധിക്കുന്ന നമ്മുടെ ആരാധനയും സ്തോത്രത്തെയും നമ്മുടെ സ്തുതിയെയും നമ്മുടെ ഹല്ലേലൂയ ദൈവ സ്നേഹത്തെ ഒക്കെ ബന്ധിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്ന ഹല്ലേലൂയ ആ സെൽഫ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ വിട്ടുപോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ രണ്ടാമത്തെ ടെംപ്റ്റേഷൻ വരും, ജംപ് ഫ്രം ദ മൗണ്ടൻ. കർത്താവിനോട് പിശാചി പറഞ്ഞ എടുത്ത് ചാടിക്കും. What is that means? Do you want to prove you are strong? You are self-existing. You are powerful. You are authoritative. ഓർത്തോണം, ഞാൻ എന്തോ ആണ്, എൻ്റെ മസിൽ പവർ, എൻ്റെ കഴിവ്, എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ ശക്തി, എൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ ശക്തി, എൻ്റെ പ്രോപ്പർട്ടിയുടെ ഒക്കെ ശക്തി, ഹല്ലേലൂയ, എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ശക്തി ഒക്കെ നിനക്കറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഏത് കാര്യത്തിൽ ചെന്ന് വീണാലും, പ്രൈസ് ദി ലോർഡ്, അവിടെയൊക്കെ ഞാൻ സർവൈവ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ എന്നുള്ള ആ ഒരു സെൽഫ്
ഹല്ലേലൂയ, ആ ഒരു ചിന്ത, എൻ്റെ ശക്തി, എൻ്റെ ബലം, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഹല്ലേലൂയ വണ്ടി, എൻ്റെ ജോലി, എൻ്റെ വരുമാനം, എൻ്റെ ആരോഗ്യം, എൻ്റെ ഹല്ലേലൂയ പ്രശസ്തി എന്നൊക്കെ ചിന്തിപ്പിക്കുന്നതായ ചിന്ത, ഹല്ലേലൂയ, അത് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ദുഷ്ടനായ പിശാച് ഹല്ലേലൂയ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നീ എടുത്ത് ചാട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ശക്തി ഒന്ന് കാണട്ടെ, ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, ഈ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്ററെ, ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോണം, നിനക്ക് നിന്റേതായ ശക്തിയൊന്നും ഹല്ലേലൂയ ആരെയും കാണിക്കണ്ട, ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയൊന്നും ആരെയും ബോധിപ്പിക്കണ്ട, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ ടെംപ്റ്റ് ചെയ്യുന്ന അന്ധകാര പിശാചിനോട് ഹല്ലേലൂയ നിനക്ക് പറയുവാൻ കഴിയണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദുഷ്ട പിശാചേ, നീ എന്നെ പരീക്ഷിക്കരുത്, നീ വിട്ടുപോ. യേശുവിന്റെ നാമത്തോ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്നെ ടെംപ്റ്റ് ചെയ്യുന്ന ആ ടെംപ്റ്റേഷനിൽ നിന്ന് നിനക്കും എനിക്കും വിടുതൽ പ്രാപിക്കണമെങ്കിൽ റൈസ് അപ്പ്, റൈസ് അപ്പ്, ഹല്ലേലൂയ, ആൻഡ് പ്രേ, റൈസ് അപ്പ് ആൻഡ് വർഷിപ്പ്, റൈസ് അപ്പ് ആൻഡ് കാസ്റ്റ് ഔട്ട് ദ demonic power. ഹല്ലേലൂയ, ഞാൻ നീ എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ നമ്മുടെ ദൈവം എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ, ശത്രുക്കൾ ചിതറിപ്പോകും, പിശാച് ഓടിപ്പോകും, നിന്റെയുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ, ദുരാത്മ ശക്തികളെ ദൈവം അഴിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. The third one, kneel and bow. What does that mean? പിശാച് കർത്താവിനോട് പറയുക, നീ ഒന്ന് മുട്ട് മടക്കിയാൽ മതി, ഈ ലോകം മുഴുവൻ നിന്റെയാ, ഇത് മുഴുവൻ സ്വിസ് ബാങ്ക് അക്കൗണ്ടോ എന്തോ വേണം, എവരിതിങ് ഈസ് യുവേഴ്സ്, ഒന്ന് മുട്ട് മടക്കിയാൽ മതി. ഹല്ലേലൂയ. What does that mean? It means you give up. സ്തോത്രം. രണ്ടു മിനിറ്റും കൂടെ എടുത്താലും സാരമില്ല, ഈ ദൂത ഏറ്റെടുത്തു. You give up. You give up your prayer. You give up your holiness. You give up your salvation. Sotram, hallelujah. You give up your prayer life. You give up, hallelujah, everything what you are holding for all these years, hallelujah, hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ വിശ്വാസവും നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിന്റെ വിശുദ്ധ ജീവിതവും നിന്റെ വചനധ്യാനവും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമകൻ ദൈവമകൾ എന്നുള്ള ഹല്ലേലൂയ പദവിയും എല്ലാം ഹല്ലേലൂയ ഒന്ന് ഗിവ് അപ്പ് ചെയ്താൽ, ഹല്ലേലൂയ, നിനക്ക് ഇനിയും ഹല്ലേലൂയ വലിയ വലിയ നന്മയും ലോകത്തിന്റെ പ്രശസ്തിയും ലോകക്കാരും ഹല്ലേലൂയ കൂട്ടുകാരും എല്ലാം നിന്റെ അടുത്ത് ഓടി ഓടി വരും എന്ന് ദുഷ്ടനായ പിശാച് നിന്റെ അടുത്ത് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ, ഉറങ്ങിയും മയങ്ങിയും പ്രാർത്ഥിക്കാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ മുഴുവൻ ഹല്ലേലൂയ മ്ലേച്ഛതകളും കണ്ണിന്റെ മുമ്പാകെ വെച്ച ഉടകര ശബ്ദലാജലക്ഷല വിതലജാലകടന്തലവേരി ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ഹല്ലേലൂയ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് വരാറായി, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദുഷ്ടനായ സാത്താൻ നിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ ഗിവ് അപ്പ് ചെയ്യുക, നീ സഭ ഗിവ് അപ്പ് ചെയ്യുക, നീ പ്രാർത്ഥന ഗിവ് അപ്പ് ചെയ്യുക, നിന്റെ പ്രസംഗം ഗിവ് അപ്പ് ചെയ്യുക, നിന്റെ വിശുദ്ധി ഗിവ് അപ്പ് ചെയ്യുക. Everything you give up, hallelujah, then everything is going to come to you. എന്നാൽ ദുഷ്ടപിശാചേ, ഹല്ലേലൂയ, നിന്റെ തന്ത്രങ്ങൾ എന്നോട് വേണ്ട, എന്റെ കുടുംബത്തോട് വേണ്ട, എന്റെ സഭയോട് വേണ്ട, ഹല്ലേലൂയ, എന്റെ കൂട്ട വിശ്വാസികളോട് വേണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സടകുടഞ്ഞ് എഴുന്നേറ്റ് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. I'm concluding here. സ്തോത്രം. Are you sleeping? Are you away from Jesus? Are you away from prayer?
Or are you feeling that urgency? The sweat become blood. അത്രമാത്രം അർജൻസിയിലാണോ നമ്മുടെ വിശ്വാസ ജീവിതം? കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം.